ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു കൊക്കോനൈസർ എന്ന് പറഞ്ഞ കോക്കനട്ട് സ്ക്രാപ്പർ ആണ്. ഹെവി ഡ്യൂട്ടിയാണിത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. ഇച്ചിരി സ്പീഡുണ്ട്, പക്ഷെ ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ട് ഒരു 10 തേങ്ങ വരെ നമുക്ക് ഒരുമിച്ച് ചിരണ്ടാനുള്ള സാധ്യത ഉണ്ട്, പ്രൊവിഷനുണ്ട്. കാരണം പെട്ടെന്ന് ചൂടാകുമോ മോട്ടർ കേടാകുമൊന്നുമില്ല. ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരുന്നത്. വേണമെങ്കിൽ ചെറുതാക്കാം, ഓരോരുത്തരുടെ താല്പര്യം പോലെ. പിന്നെ ഏകദേശം ഒരു കിലോ പ്ലസ് ഉണ്ട്. പിന്നെ ഞാനൊരു 10, 16, 18 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു പിടി ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം മുഴുവനായിട്ടാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ചിരുന്ന ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും ചേരുവകളാണ് നമുക്ക് ആദ്യം വേണ്ടിയത്. പിന്നെ തേങ്ങ ചിരകിയത്. ഇത്രയാണ് നമുക്ക് ഈ ചിക്കന് ആവശ്യമായിട്ടുള്ളത്. കൂടാതെ അല്പം കറിവേപ്പില, ഒരു 2-3 പച്ചമുളക്, കുറച്ച് അല്പം വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി. ഇത്രയും സാധനങ്ങളാണ് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചേരുവകളൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന വിനാഗിരി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് അരച്ചെടുത്താണിത്. അരച്ചെടുത്തതിനകത്ത് അല്പം എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങ മിക്സ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഇട്ട് വയ്ക്കും. ബാക്കി ചിക്കൻ നമ്മൾ ഈ അരപ്പിൽ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഈ അരച്ച മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ മുളക് മസാലയായിട്ട് നന്നായിട്ട് തിരുമ്മി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഉപ്പ് കുറവാണെങ്കിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുക. ഇത് നമ്മൾ എടുത്തു വെച്ച തേങ്ങയിൽ ആ അരച്ച മിക്സിന്റെ കുറച്ചെടുത്തിട്ട് അത് ഈ അരപ്പ് ഈ തേങ്ങയ്ക്കകത്ത് മിക്സ് ചെയ്ത കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഇതിനി നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. കുറച്ച് മൂപ്പായ തേങ്ങയാണ് ഇതിന് നല്ലത്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഇളത്ത തേങ്ങയായിരുന്നു. തേങ്ങ വറുക്കുമ്പോഴോ നമുക്ക് മൈക്രോവേവിൽ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കറക്കിയിട്ട് വറുക്കുവാണെങ്കിൽ എളുപ്പം വറുത്ത് കിട്ടും. തേങ്ങ മൂത്തിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. നമ്മൾ തേങ്ങ വറുത്ത് കോരി വെച്ചു. അപ്പം ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എണ്ണ താഴോട്ട് ഊറി വരും. ആ എണ്ണ നമുക്ക് ചിക്കൻ വറുക്കാൻ വേണ്ടി നമുക്ക് ഒഴിച്ചെടുക്കാം. കുറച്ചുകൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. എത്രയും നേരം വെക്കുന്നോ അത്രയും നല്ലതാണ്. മിനിമം അരമണിക്കൂറെങ്കിലും വെക്കുക. നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. തീ കുറച്ചിട്ട് സാവകാശം ഫ്രൈ ചെയ്തെടുക്കുക. നേരം ഒന്ന് മൂടി വെക്കാമെങ്കിൽ
നല്ലതായിട്ട് വെന്ത് കിട്ടും. തേങ്ങ അല്പസമയം വളരെ നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, വളരെ ക്രിസ്പി ആണ്, നല്ല ഫ്ലേവേഴ്സ് ഉള്ളിലേക്ക് ചിക്കൻ്റെ ഉള്ളിൽ